ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന MVGF-S ഗാലക്സി എന്ന സൈപ്രസ് പതാകയുള്ള ചരക്ക് കപ്പൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോ ആക്രമിച്ചു. ഇന്ത്യൻ ജീവനക്കാരായിരുന്നു ഈ ഒരു കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ ജീവനക്കാരിൽ 10 പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. എന്നാൽ ഒരു ഇന്ത്യൻ നാവികനെ കാണാതായിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂമിന് നല്ല രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. അവിടെ തീപിടിക്കുകയും ചെയ്തു. ഇതോടെ ജീവനക്കാർക്ക് ഈ ഒരു കപ്പൽ ഉപേക്ഷിക്കേണ്ട നിലയിൽ എത്തി. ഒമാൻ തീരത്തിന് സമീപമാണ് ഈ ഒരു ആക്രമണം നടന്നത്. ഇറാന്റെ സമുദ്രപരിധി ഒഴിവാക്കാനായി തീരദേശ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. അതായത് IRGC ഒരു റൂട്ട് പറഞ്ഞിട്ടുണ്ട്. US അപ്രൂവ്ഡ് ആയിട്ടുള്ള മറ്റൊരു റൂട്ട് പറഞ്ഞിട്ടുണ്ട്. US അപ്രൂവ്ഡ് ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് ഒമാൻ തീരത്തൂടെയുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പൽ ഈ ഒമാൻ തീരത്തൂടെയുള്ള ആ ഒരു റൂട്ടിലൂടെ വരികയായിരുന്നു. അപ്പോൾ നിർദ്ദേശങ്ങൾ ലംഘിച്ച് തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് കപ്പലിന് നേരെ മുന്നറിയിപ്പ് വെടിയാണ് ഉതിർത്തതെന്നാണ് ഇറാന്റെ ഒരു വാദം വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി അടച്ചതായും ഇറാൻ പ്രഖ്യാപിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. കാണാതായ ഇന്ത്യൻ നാവികനായുള്ള തിരച്ചിലിനായി ഒമാനിലെ ഇന്ത്യൻ എംബസി അവിടുത്തെ അധികൃതരുമായി ചേർന്ന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ആക്രമിക്കപ്പെട്ട് മണിക്കൂറുകൾക്കകം അമേരിക്കൻ സൈന്യം ഇറാനിലെ IRGC കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ തിരിച്ചടി നൽകി. ഇറാൻ തിരിച്ച് UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർഡൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ആക്രമിച്ചു. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇത് ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുകയും സുരക്ഷാ അലേർട്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. UAE വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇറാന്റെ മിസൈലുകൾ തകർത്തു. ഇവരെല്ലാവരും തന്നെ അവരുടെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഈ ഒരു ആക്രമണത്തെ നേരിട്ടു. ഖത്തറിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. അമേരിക്കയുടെ ഈ മേഖലയിലെ ഇടപെടലുകൾ അവസാനിക്കുന്നത് വരെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടുമെന്ന് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.